ഓക്കെ മക്കളെ നിന്നോ. നമസ്കാരം കൂട്ടുകാരെ. അപ്പോൾ ശാലീന ടീച്ചറിന്റെ നിത്യതി നൃത്ത നാട്യ കലാലയിലേക്ക് ഭാരത നടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഏതാണ് നല്ലൊരു സോങ് പാടിക്കോ. തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ മച്ചാനെ പാറുങ്കടി. അപ്പൊ നമുക്കൊന്ന് നമ്മുടെ കൂട്ടുകാർക്ക് നല്ലൊരു സമ്മാനമായിട്ട് ഈ നൃത്തം കൊടുക്കാം. ഓക്കെ. അപ്പോൾ അതിനു മുന്നായിട്ട് നമ്മുടെ നിത്യതി നൃത്തനാട്യ കലാലയുടെ ഓൺലൈൻ ക്ലാസ്സിനോ ഡാൻസ് വീഡിയോസിനും സ്റ്റേജ് പ്രോഗ്രാമിനും ഒക്കെ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഉദ്ദേശം എത്ര? ഒരു അരമണിക്കൂർ കൊറിയോഗ്രാഫി വന്നിട്ടുണ്ടോ? അത്രേ ഇല്ല. ഇപ്പൊ ഇവിടെ വന്ന് ചെയ്യുന്ന ഞാൻ കണ്ട് പലതും പഠിക്കുന്നത്. ജസ്റ്റ് ഓൺ ചെയ്ത. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാം. റെഡി? പാട്ട് ആരാ ഇടുന്നേ? ആരാ സ്റ്റാർട്ട് ചെയ്യുന്നേ? ശ്രീലക്ഷ്മി റെഡി? ഓക്കെ, റെഡി? 1 എന്നൊക്കെ റെഡി? 1 2. അനാമിക മോളെ ആ പാട്ട് ഓഫ് ചെയ്ത്. എവിടെ പാട്ടിട്ടേക്കുന്നത്? ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ മച്ചാനെ പാറുങ്കടി. തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ മച്ചാനെ പാറുങ്കടി. വായോ വായോ നീ എൻ മാറിൽ ചായോ മഞ്ഞൾ പൂത്താലി തരാ നിന്റെ മാറനായി കൂടെ വരാ. മാസമല്ലേ മാട്ട് പൊങ്കലിൻ നെഞ്ചിലല്ലേ. കോവിൽ കൊടിയേറാറായി നിറനിറച്ചോളം കൊയ്യാൻ നേരമായി. കൊട്ടും പാട്ടും കുരവേം വേണം കുളിരുള്ള കല്യാണത്തിൻ കാലമായി. താഴമ്പൂ മൊട്ടുണ്ടേ തഞ്ചാവൂർ പട്ടുണ്ടേ മിന്നും ആവാനം പൂമയിൽ ചാത്താൻ. ചെല്ലച്ചെമ്മാന ചെപ്പിലൊരിത്തിരി കുങ്കുമമുണ്ടേ കൊഞ്ചം കടമായി തരുമോ തരുമോ. വായോ വായോ നീ എൻ മാറിൽ ചായോ മാർഗഴി മാസമല്ലേ മാട്ട് പൊങ്കലിൻ നെഞ്ചിലല്ലേ. പാലായി കുതിരും നിലവേ കിഴക്കിനി മച്ചിൽ നിന്നും മാഞ്ഞുപോ. ആരും മുത്താത്ത മുത്തണി മുന്തിരി പൊന്മണിതായോ നീ നിൻ ചുണ്ടത്തെ മധുരം തരുമോ. തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ മച്ചാനെ പാറുങ്കടി. വാ
മാർഗഴി മാസമല്ലേ മാട്ടുപൊങ്കലൻ നെഞ്ചിലല്ലേ. ഓക്കേ. മൈക്ക് എവിടെ? ഓക്കെ. രണ്ടും എന്റെ മൈക്കാ? എനിക്ക് മൈക്ക് ഇവിടെ ഇരിപ്പുണ്ടോ? ഉണ്ട്. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ആശാട്ടി? പറഞ്ഞോ. നല്ലായിരുന്നു. ജനമോളെ എന്ന് വിളിക്കും. ജനമോക്ക് കമ്മലില്ലേ? അയ്യോ അതല്ല ഇതില്, അതല്ല ഞാൻ എന്തോ സെറ്റിംഗ് മാറി ചെയ്തേ കേട്ടോ. ഇത് ക്യാമറയിൽ കണ്ട ഇങ്ങനൊക്കെ വരുന്നു. സിദ്ധമോൾക്കൊന്നും കമ്മലില്ല. അല്ലല്ല ആണോ? പക്ഷെ ഡാൻസിൽ കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പറയാം. എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ? നല്ലായിരുന്നു. ഓക്കെ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഓക്കെ. നല്ലതായിട്ട് കളിക്കാൻ പറ്റി. മറന്നൊന്നുമില്ല. കൂട്ടുകാരെ, ഇത് എന്തോ സെറ്റിംഗ് മാറി കിടക്കാണ് കേട്ടോ. ജനമോള് കമ്മലൊക്കെ ഇട്ട് നിൽക്കുകയാണ്. ഞാനേ സാധാരണ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റ് കിട്ടും. ഇവർക്ക് ആർക്കും കിട്ടാറില്ല. ഞാൻ അന്നേരം സൂപ്പറാണ്. എന്നിട്ട് ഷൂട്ടിന് ഇവർക്ക് എല്ലാവർക്കും കിട്ടും, എനിക്ക് മാത്രം കിട്ടാറില്ല. പക്ഷെ ഇന്ന് കിട്ടി. ഓക്കെ, കറക്റ്റ് ആയിരുന്നു. ഓക്കെ. ശരി മക്കളെ, എങ്ങനെ ഉണ്ടായിരുന്നു സിദ്ധി മോളെ? ഇതിങ്ങനെ അടുത്തോട്ട് വരുമ്പോഴത്തേക്കുവാണല്ലോ അത് വരുന്നത്. എന്തോ ഞാൻ ദൂരെ നിന്ന് എടുക്കാം. നല്ലായിരുന്നു. എനിക്ക് എല്ലാരും ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് പോർഷൻ നല്ലായിരുന്നു. ഞാൻ ഇട്ടത് തന്നെ എല്ലാം ചെയ്തേ. സെക്കൻഡ് പോർഷൻ എത്തിയപ്പോഴത്തേക്ക് ഇത്തിരി ഒന്ന് ബ്ലിങ്ക് ആയി പോയി. എന്തൊക്കെയോ റിപ്പീറ്റ് ഇട്ടൊക്കെ കളിച്ചു, പക്ഷെ അറച്ചില്ല ചെയ്ത്. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു മീനാക്ഷി മോളെ? നല്ലായിരുന്നു ചേച്ചി. എനിക്ക് തോന്നുന്നു കുറച്ച് നാൾക്ക് ശേഷം ആണൊരു ഇത്രയും ഇതായിട്ട് കളിച്ചിട്ട് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത്. അതെ. പിന്നെ ലാസ്റ്റ് പോർഷൻ എനിക്ക് വലിയ ഇഷ്ടമാണ് ചേച്ചി. നമുക്ക് എടുത്തിട്ടുണ്ട് പ്രോഗ്രാമിൽ. അത് പേരായിട്ടാണ്. എന്റേത് ശ്രവ്യ. ഞാനില്ലായിരുന്നു. ഞാൻ ഈ പാട്ടില്ലായിരുന്നു. ഇങ്ങനെ കളിക്കുന്ന സ്റ്റെപ്പേ ഇത് നിങ്ങളുടെ പാട്ട് അത് ഇതിന്റെ കൂടെ ജോയിൻ ചെയ്തത്. തെച്ചിപ്പൂവേ. പിന്നെ അഭിരാമി ഇഷ്ടപ്പെട്ട മോക്ക്? അഭിരാമി ഇന്നില്ല, പിന്നെ സ്പോർട്ടിലൊക്കെ കളിച്ച് ഞാനും ജനയും അനാമികയായിരുന്നു പഠിച്ചത്. നല്ലായിരുന്നു. ശരി മക്കളെ. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു അനാമിക മോളെ? കുറച്ച് ദിവസത്തിന് ശേഷമാണ് ചേച്ചി ഫ്രണ്ടിൽ വന്നിട്ട് ഒരു നൃത്തം നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. എനിക്കറിയില്ല എന്തു പറ്റിയെന്ന്. ഭയങ്കര പേടിയായിരുന്നു, രക്ഷയില്ലാത്ത പേടി. ഞാൻ പ്രാക്ടീസ് ചെയ്തപ്പോഴത്തേക്കും പെർഫെക്റ്റ്, ഒരു കുഴപ്പമില്ല. കറക്റ്റ് ഇവിടെ വന്ന് ഇവരുടെ കളിച്ചപ്പോൾ എല്ലാം മറന്നുപോയി, ഒന്നും ഓർമ്മയില്ല. പക്ഷേ ഒരു സ്റ്റെപ്പ് ഞാൻ തെറ്റിച്ചത് മനസ്സിലാവുന്ന തോന്നി. ഇങ്ങനെ അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തായിരുന്നു. വേറൊന്നും ഭാഗ്യത്തിൽ ഡാൻസ് കണ്ട് കൂട്ടുകാരൊക്കെ ഡാൻസ് പഠിച്ചു. നിങ്ങൾ തെറ്റിച്ച പെട്ടെന്ന് മനസ്സിലാവും. അതെ, നിങ്ങൾ എവിടെ എങ്ങനെ ചെയ്യുമെന്ന് പോലും അറിയാം. പക്ഷെ കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുള്ള അമ്മമാർ ഈ പെങ്കൊച്ചു ഇന്ദ്ര ഇവള് തെറ്റിച്ച് അങ്ങനെയായിരിക്കും പറയുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ശ്രീലക്ഷ്മി മോളെ? ഞാൻ ഇവിടെ കിടന്ന് ഇങ്ങനെ നിങ്ങൾ അടുത്തോട്ട് വന്ന് ബ്ലറാക്കും, വീണ്ടും ബാക്കിലോട്ടാക്കും, ഇങ്ങനെ അതൊരു കളിക്കുക. നന്നായിരുന്നു ചേച്ചി. ഇട്ടതെല്ലാം അതുപോലെ കളിക്കാൻ പറ്റി. പിന്നെ അനാമികയോടുള്ള പോർഷൻ മാത്രം എവിടെ അവളിങ് എത്തി, അപ്പൊ കത്തി. മീനാക്ഷി ഞാൻ കറങ്ങിയിട്ട് നോക്കിയപ്പോ ഇവിടെ എങ്ങും മീനാക്ഷി ഇല്ല. ഞാൻ ഇവിടെ ഒന്നും തരുന്നില്ല. ഓക്കെ. എന്നാലും മക്കള് കറക്റ്റ് ഒരു അരമണിക്കൂർ സമയത്തായിട്ട് സെറ്റ് ചെയ്തെടുത്ത ഈ ഡാൻസ് മനോഹരമായിരുന്നു. നമ്മുടെ കൂട്ടുകാരൊക്കെ അഭിപ്രായം അറിയിക്കട്ടെ. നല്ലൊരു ടാറ്റ പറഞ്ഞോ. ടാറ്റാ. ടാറ്റാ. സൂപ്പർ മൈക്കുമായിട്ട് വരുന്നത്.